മോഹൻലാൽ ഉണ്ടെന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ച് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സെപ്റ്റംബർ മാസം അവസാനിക്കാറായി. സെപ്റ്റംബർ മാസം അവസാനിക്കാറായപ്പോൾ ആദ്യമായി ലാലേട്ടൻ്റെ ഏത് സിനിമ തുടങ്ങണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ ആദ്യം ഓർമ്മ വന്നത് നരൻ സിനിമയാണ്. 21 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ നരൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നരൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ ലാലേട്ടൻ ആരാധകനും ഇത്രമേൽ വൈകാരികമായി കണ്ട ഒരു സിനിമ കാണില്ല എന്ന് തന്നെ പറയാം. കാര്യം സെപ്റ്റംബർ 3-നാണ് നരൻ റിലീസാവുന്നത്. 2005 സെപ്റ്റംബർ 3-നാണ് നരൻ സിനിമ റിലീസാവുന്നത്. 2000 മുതൽ ലാലേട്ടൻ്റെ സിനിമകളെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ മീശ പിരിപ്പൻ കഥാപാത്രങ്ങൾ കൊണ്ട് ഫാമിലി കുടുംബ പ്രേക്ഷകരൊക്കെ ലാലേട്ടൻ്റെ സിനിമകളിൽ നിന്ന് അകന്നു പോയി എന്നൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവണപ്രഭുവിൽ ലാലേട്ടൻ പറയുന്നത്, എൻ്റെ ചെയ്ത്ത് കൂടിയപ്പോൾ നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നൊക്കെ ഒരു കമൻറ്റ്, കുട്ടികളൊക്കെ വഴിതെറ്റുന്നു എന്നൊക്കെയുള്ളൊരു കമൻറ്റ് ഓർമ്മയില്ലേ? അപ്പോൾ ആ കമൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. നരൻ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ മീശ പിരിപ്പൻ കഥാപാത്രങ്ങൾ മാത്രമായിട്ട് വന്നിരുന്നത് 2003 ബാലേട്ടനാണ് നമുക്കൊരു ആശ്വാസം എന്ന് പറയാൻ വേണ്ടി വന്നത്. കുടുംബ പ്രേക്ഷകരാ ചിത്രം ലാലേട്ടൻ്റെ 25-ാം വർഷം നല്ല ഇരു കൈയും നീട്ടി കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ചു. 2003 ടോപ്പ് ഗ്രോസർ ബാലേട്ട സിനിമയായിരുന്നു. വീണ്ടും നല്ല സിനിമകൾ ലാലേട്ടൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മിക്കതും പരാജയപ്പെട്ടു. അതായത് മലബാർ സ്ലാങ്ങിൽ വന്ന പ്രിയദർശൻ സാറിൻ്റെ കിളിച്ചുണ്ട മാമ്പഴം, അതിനുശേഷം മിസ്റ്റർ ബ്രഹ്മചാരി ശരാശരി വിജയമൊക്കെ നേടി അങ്ങനെ നിൽക്കുന്നെങ്കിലും ഒരു വലിയൊരു വിജയം കിട്ടാതിരിക്കുകയായിരുന്നു. വലിയൊരു വിജയം കിട്ടാതിരുന്ന സമയത്താണ് 2005 ജനുവരിയിൽ കാൾട്ടൺ ഫിലിംസിൻ്റെ ബാനറിൽ ഉദയനാണ് താരം റിലീസാവുന്നത്. ശ്രീനിവാസ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഉദയനാണ് താരം റിലീസായി. ഉദയനാണ് താരം വലിയ വിജയമായി. പക്ഷെ വലിയ വിജയമായെങ്കിലും അത് മോഹൻലാൽ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു വിജയമായി ആരും ആ സിനിമയെ കണ്ടില്ല. സിനിമ വിജയിച്ചു. സിനിമയിൽ ലാലേട്ടൻ വർഷങ്ങൾക്ക് ശേഷം ഒരു 3-4 വർഷത്തിന് ശേഷം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നമ്മളെ ഉദയനാണ്ട് താരം സിനിമയിൽ കാഴ്ചവെച്ചത്. ഭയങ്കര ഹിറ്റുമായിരുന്നു. പക്ഷെ എന്നാലും ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ ഒരു താരമൂല്യത്തിനൊത്ത് ആ സിനിമ വന്നില്ല. താരമൂല്യത്തിൻ്റെ വിജയമായി കണ്ടില്ല. അതിനുശേഷം എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ചന്ദ്രോത്സവമായിരുന്നു. രഞ്ജിത്തിൻ്റെ ചന്ദ്രോത്സവം, സന്തോഷ് ദാമോദർ പ്രൊഡ്യൂസ് ചെയ്ത ചന്ദ്രോത്സവമാണ് എല്ലാവരും കാത്തിരുന്നത്. ചന്ദ്രോത്സവത്തിൻ്റെ പോസ്റ്റർ ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ സ്റ്റിൽസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചു. അതിൻ്റെ പോസ്റ്റർ ആക്ഷൻ മൂഡിലുള്ള പോസ്റ്ററൊക്കെ വെച്ച് കണ്ടു. ആൾക്കാർ, പ്രേക്ഷകരും ആരാധകരും എല്ലാം അടുത്തൊരു രാവണപ്രഭു ആയിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ അന്ന് രഞ്ജിത്ത് ചൂട് മാറിയിട്ടില്ല. നന്ദനവനം എടുത്ത് ചൂട് മാറിയിട്ടില്ല. രഞ്ജിത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. രഞ്ജിത്തിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് മാസ് പടങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ എന്നുള്ള ഒരു പേര് തന്നെയാണ്. അല്ലാതെ ക്ലാസ് ചിത്രങ്ങളിലോട്ട് രഞ്ജിത്ത് മാറിയിട്ടില്ലായിരുന്നു. അത് കാരണം ചന്ദ്രോത്സവം അമിത പ്രതീക്ഷയായിരുന്നു. ലാലേട്ടൻ്റെ 2-3 ലുക്കിലുള്ള പോസ്റ്ററൊക്കെ ഇറങ്ങിയത് കാരണം ആ സിനിമ ഭയങ്കര പ്രതീക്ഷയായി. ഏപ്രിൽ 14, 2005 ഏപ്രിൽ 14-നാണ് റിലീസാവുന്നത്. സിനിമ ഫസ്റ്റ് ഹാഫ് പ്രേക്ഷകർ സ്വീകരിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ചെറുക്കെ ശ്രീഹരിയുടെ അസുഖവും കാര്യങ്ങളൊക്കെ വന്ന് ആ സിനിമയെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു ഇതിൽ സംസാരിക്കാം. കാര്യം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ക്ലാസിക്കലിലൊന്നാണ് ചന്ദ്രോത്സവം. എങ്കിലും അന്നത്തെ പ്രേക്ഷകർ ആ സിനിമയെയും തിരസ്കരിച്ച് കളഞ്ഞു. സിനിമ ഓടിയില്ല. സിനിമ 28 ഡേയ്സാണ് തിരുവനന്തപുരത്തൊക്കെ ഓടിയത്. ന്യൂവിലും ശ്രീവിശാഖയിലോട്ടൊക്കെ 44 ദിവസമാണ് ആ പടം ഓടിയത്. അതിനുശേഷമാണ് എല്ലാവരും കാത്തിരുന്ന സ്ഫടികത്തിന് ശേഷമല്ല, സ്ഫടികം ഡയറക്ടർ ചെയ്ത ഭദ്രൻ സാറിൻ്റെ ഉടയോ റിലീസാവുന്നത്. ശൂരനാട് കുഞ്ഞ് വർണ്ണയിത്ര ബാനറായിരുന്നു ഉടയോ റിലീസ് ചെയ്തത്. വർണ്ണയിത്ര ബാനറിൽ മഹാ സുബൈറായിരുന്നു ഉടയോ റിലീസ് ചെയ്തത്. ശൂരനാട് പാപ്പോയി എന്ന പേരിൽ ഡബിൾ റോളിലായിരുന്നു ലാലേട്ടൻ എത്തിയിരുന്നത്. ലാലേട്ടൻ്റെ അസാമാന്യ പ്രകടനമായിരുന്നു. ശൂരനാട് കുഞ്ഞെന്നുള്ള ക്യാരക്ടറിൽ ലാലേട്ടൻ്റെ അസാമാന്യ പ്രകടനമായിരുന്നു. സിനിമ
ഒക്ടോബർ റിലീസായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒക്ടോബർ റിലീസായിരുന്നു എന്ന് തോന്നുന്നു. ഗംഭീര ഇനീഷ്യൽ കളക്ഷൻ നേടിയെങ്കിലും സ്ക്രിപ്റ്റിലെ പോരായ്മയും സിനിമയിലെ കുറച്ച് ലാഗും കാര്യങ്ങളും കാരണം സിനിമ അമ്പേ പരാജയപ്പെട്ടു. 28 ദിവസമാണ് ഉടയോൻ പരാജയപ്പെട്ടത്. അപ്പോൾ 2000 മുതൽ 2005 വരെയുള്ള ഗ്രാഫ് നോക്കിയാൽ നരസിംഹം, രാവണപ്രഭു, ബാലേട്ടൻ, ഉദയനാണ് താരം ആണ് ഹിറ്റ്. ഈ 4 സൂപ്പർ ഹിറ്റുകളേ ഉള്ളൂ. പരാജയങ്ങൾ കൂടുതലുള്ള ഒരു ഗ്രാഫായിരുന്നു. ലാലേട്ടൻ, ഈ മീശപിരിപ്പ് അങ്ങനെ വന്ന് നിന്ന സമയത്ത് ഫാൻസുകാരെല്ലാം ലാലേട്ടൻ്റെ എന്ന് പറയാൻ ഒരു വലിയ വിജയം ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ാണ് നരൻ സിനിമ അനൗൺസ് ആവുന്നത്. നരൻ സിനിമ യഥാർത്ഥത്തിൽ നരൻ എന്നുള്ള പേര് ഇടേണ്ടിയിരുന്നത് പ്രജാ സിനിമയ്ക്കായിരുന്നു. ജോഷി സാർ രഞ്ജി പണിക്കർ സ്ക്രിപ്റ്റിലുള്ള പ്രജയായിരുന്നു. നരനെന്നായിരുന്നു ആ സിനിമയ്ക്ക് ആദ്യം ഇടാൻ വെച്ചിരുന്ന പേര്. പക്ഷെ അത് നരൻ എന്നുള്ളത് മാറി പ്രജയായി. അപ്പോൾ ആ സിനിമയുടെ പേരാണ് ഇവർ കടമെടുക്കുന്നത്. അപ്പം നരൻ സിനിമയ്ക്ക് ആദ്യം ആലോചിച്ച പേര് മുള്ളംകൊല്ലി മഹാരാജാവ് എന്നൊക്കെ ആയിരുന്നു ആലോചിച്ചിരുന്നത്. പിന്നെയാണ് നരൻ എന്നുള്ള പേര് വന്നു. നരൻ എന്നുള്ള പേര് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ സിനിമയെക്കുറിച്ച് ആർക്കും എന്താണ് സിനിമയെന്ന് ഒരു അറിവുമില്ല. എന്താണ് സിനിമയെന്നോ എന്താണ് സബ്ജക്റ്റ് എന്നോ അറിയില്ല. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റർ വന്നു. നക്ഷത്ര രാജാവിൻ്റെ തങ്കത്തിടമ്പുമായി നരനായി വേലായുധനായി നിങ്ങളുടെ പ്രിയതാരം മോഹൻലാൽ. ലാലേട്ടൻ ഒരു കയറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റർ, ഒരു വെട്ടേത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റർ, മീശയും പിരിച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും മീശ പിരിയായിരിക്കുമോ ഈ സിനിമയുടെ ഇതെന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷനും പേടിയുണ്ട്. ജോഷി സാറാണ് ഡയറക്ടർ. ജോഷി സാറിൻ്റെ അതിനു മുമ്പ് ഇറങ്ങിയ പ്രജയും ദുബായിയും, പ്രജ ആവറേജ് വിജയം നേടിയെങ്കിൽ ദുബായ് തകർന്നടിഞ്ഞു, ഭയങ്കര പരാജയമാണ്. അപ്പം ജോഷി സാറിൻ്റെ ഗ്രാഫ് താഴെ നിൽക്കുന്ന ടൈമാണ്. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് മനസ്സിനക്കരയുടെയും അച്ചുവിൻ്റെ അമ്മയുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജൻ പ്രമോദാണ് ഈ സിനിമയുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ് നരൻ സിനിമയെക്കുറിച്ച് നമുക്കുള്ളത്. വേറെ ഒരു ഇതുമില്ല സിനിമയെക്കുറിച്ച്. നമുക്ക് എന്താണെന്ന് അറിയേണ്ട കാര്യം. ലാലേട്ടൻ വീണ്ടും മീശ വിരിച്ചപ്പോൾ രഞ്ജൻ പ്രമോദ് ഇതിനു മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുവിൻ്റെ അമ്മയും മനസ്സിനക്കരയാണ്. അച്ചുവിൻ്റെ അമ്മയും മനസ്സിനക്കര ഒരു ഫാമിലി സബ്ജക്റ്റാണ്. അപ്പം നരൻ പോലെ ഒരു ആക്ഷൻ സിനിമ ഇനി രഞ്ജൻ പ്രമോദ് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനും എല്ലാവർക്കും ഉണ്ട്. ആ ടെൻഷൻ ഇങ്ങനെ നിൽക്കുകയാണ് ഈ പറയുന്നത്. നക്ഷത്ര രാജാവിൻ്റെ തങ്കത്തിടമ്പുമായി നരനായി വേലായുധനായി നിങ്ങളുടെ പ്രിയതാരം മോഹൻലാൽ എന്നും പറഞ്ഞൊരു പോസ്റ്റർ വരുന്നു. പിന്നെ സിനിമയെക്കുറിച്ചൊരു അപ്ഡേറ്റ്സും ഇല്ല. പിന്നെ സിനിമയുടെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു. സെപ്റ്റംബർ 3 റിലീസ് ചെയ്യുന്നു. പോസ്റ്ററുകൾ വെച്ചുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. സിനിമയ്ക്ക് ഒരു പ്രതീക്ഷയില്ല. ആഗസ്റ്റിൽ ചാന്തുപുട്ട് റിലീസായി. ആഗസ്റ്റ് 31 ചാന്തുപുട്ട് റിലീസായി. ചാന്തുപുട്ട് ആദ്യം മിക്സർ റിവ്യൂ ആണ് വന്നത്. പിന്നെയാണ് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോയത്. ആദ്യം മിക്സർ റിവ്യൂ ആയിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ 3 നരൻ റിലീസിന് തയ്യാറെടുക്കുന്നു. നരൻ റിലീസിന് തയ്യാറെടുത്ത് എൻ്റെ അറിവിൽ ശനിയാഴ്ചയാണ് സിനിമ റിലീസ് എന്നാണ് തോന്നുന്നത്. രാവിലെ 9 മണിക്ക് ഷോ തുടങ്ങി. അന്നൊക്കെ ഓൺലൈൻ റിസർവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കുക. കൗണ്ടറിലെന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നടൻ്റെ താരമൂല്യം മനസ്സിലാക്കുന്ന ഇതാണ്. ആ 1-2 സിനിമ പരാജയപ്പെട്ടിട്ടും നരൻ സിനിമ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ശ്രീകുമാർ ശ്രീവിശാഖിലെ ഒരു പൂരത്തിനുള്ള ആളുണ്ട്. രാവിലെ ഭയങ്കര ജനമായിരുന്നു. ഭയങ്കര തിരക്കിൽ രാവിലെ 9 മണിക്ക് ഷോ തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞിറങ്ങി ഓരോ പ്രേക്ഷകനും ഓരോ ആരാധകനും നെഞ്ചി കൈവച്ച് കരയായിരുന്നു. അത്രയ്ക്ക് വികാരപരമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ നരൻ എന്ന് പറയുന്ന സിനിമ. കാര്യം അത്രയ്ക്ക് ഈ ഒരു വിജയം യഥാർത്ഥത്തിൽ ഫാൻസുകാരില്ല, മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമായിരുന്നു നരന് കിട്ടിയത്. ആദ്യ ഷോ കഴിഞ്ഞപ്പം തന്നെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് ഉറപ്പായിരുന്നു. മുള്ളംകൊല്ലി മഹാരാജാവിനെ മലയാളി പ്രേക്ഷകരും ഫാൻസും എല്ലാം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ സിനിമ ഹൊഗനക്കില്ല് മുതലയും മറ്റും ഭയങ്കര മലവെള്ള പാച്ചിലുള്ള സമയത്താണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ലാലേട്ടൻ ഒരു ഡൂപ്പിനെ പോലും വയ്ക്കാതെ അന്ന് 45-ാം വയസ്സിൽ ആണ് ആ പടം. 44-45 വയസ്സിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം അന്ന് 44 വയസ്സിൽ ചെയ്ത മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച അതേ സീൻ ഇപ്പം 64-ാം വയസ്സിൽ ലാലേട്ടൻ ഓളവും തീരവില്ല സെയിം സാധനം ചെയ്തു. ഇപ്പം 64-ാം വയസ്സിൽ ചെയ്ത ലാലേട്ടൻ 44-ാം വയസ്സിൽ ചെയ്തു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല.
ലാലേട്ടൻ ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല, നല്ല വണ്ണവും നല്ല വെയിറ്റും ഒക്കെ ഉള്ള സമയമാണ്. ഇന്ത്യൻ സിനിമയിൽ, ലോക സിനിമയിൽ ഒരു നടനെ കൊണ്ട് സാധിക്കില്ല ഇത്രയും സാഹസികമായി ഒരു ഡൂപ്പ് പോലും ഇല്ലാതെ ആ സീന് ചെയ്യാൻ. കാര്യം ആ ഒരു ആക്ഷൻ്റെ ആക്ഷനായാലും ആ പുള്ളി ആ ചെയ്തേക്കുന്ന മരം പിടിക്കാൻ പോകുന്ന സീനിനൊക്കെയാലും പുള്ളി കൊടുത്തിരിക്കുന്ന പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നടന വിസ്മയം എന്ന് നമുക്ക് തൊഴുതുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വേറെ ആരെ കൊണ്ടും ഇത്രയ്ക്ക് ഗംഭീരമായി ഒരു ഡൂപ്പ് പോലും ഇല്ലാതെ സിനിമ ചെയ്ത് തീർക്കാൻ ചെയ്യാൻ പറ്റില്ല. ആ സിനിമ ഒരു ഡൂപ്പ് പോലും ഇല്ല. നമുക്ക് ആ സിനിമ കാണാൻ പറയാം. കാര്യം ലോങ് ഷോട്ടായാലും ക്ലോസപ്പ് ഷോട്ടായാലും എല്ലാം ആ ഷോട്ട് എങ്ങനെയാണോ ലാലേട്ട തടി പിടിക്കാൻ വരുന്ന ഷോട്ട് മൊത്തം ഫുൾ ക്ലോസപ്പ് ഷോട്ടാണ്. വേറെ ഒരു നടനാണെങ്കിൽ അത് കാണിക്കില്ല. തടി കാണിക്കും, പിന്നെ നടനെ കാണിക്കും. ആ കാണിക്കുന്ന സമയത്താണ് ലാലേട്ടൻ്റെ തടി പിടിക്കുന്ന സീനും ലാലേട്ടൻ്റെ സീനും എല്ലാം ക്ലോസപ്പ് ഷോട്ടിലും ലോങ് ഷോട്ടിലും ഫുൾ നമുക്ക് വ്യക്തമായി കാണിച്ചു തന്നു. ഇതാണ് ഷാജി ആയിരുന്ന ക്യാമറമാൻ. നല്ല ക്യാമറ വർക്കായിരുന്നു ആ സീനിൽ. എനിക്ക് തോന്നണം ഇരുട്ടിൽ ഷൂട്ട് ചെയ്ത കുറേ ഇഷ്ടം പോലെ സീനുകൾ ആ സിനിമയിലുണ്ട്. ഇരുട്ടിൽ ഷൂട്ട് ചെയ്ത സീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും പെർഫെക്ഷനോടുകൂടി ഷൂട്ട് ചെയ്ത ഒരു സിനിമയില്ല. അത്രയ്ക്ക് ഗംഭീരമാണ് ആ സിനിമ. ടോട്ടലി രഞ്ജൻ പ്രമോദ് സാറിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും ജോഷി സാറിൻ്റെ ജോഷി സാറെന്ന് പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, പുള്ളിക്ക് പ്രായം കൂടുന്തോറും പുള്ളിയുടെ ടെക്നിക്കൽ പെർഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടറാണ്. ലാലേട്ടൻ അല്ലാതെ ആരും ഈ മുള്ളംകൊല്ലി വേലായുധൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുകയില്ല, ചെയ്യാനും പറ്റുകയില്ല എന്ന് നമുക്ക് അടിവരയിട്ട് തന്നെ പറയാം. ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് നരൻ സിനിമ റിലീസായപ്പോൾ ഉള്ള പത്ര കട്ടിങ്ങാണ്, കണ്ടില്ലേ? ഇത് 28-ാം ദിവസമായപ്പോൾ ഉള്ളതാണ്. ഇത് 3-ാം ആഴ്ച ഓണത്തിന് വന്നതാണ്. ഇത് 4-ാം വാരം മുള്ളംകൊല്ലി മഹാരാജാവിൻ്റെ സ്നേഹ ഉത്തരവാദിത്വം. ഇതൊക്കെ പണ്ട് പത്രത്തിൽ വന്ന സംഭവങ്ങളാണ്. 35-ാം ദിവസത്തിൻ്റെ 42-ാം ദിവസം. ഇത് തിരുവനന്തപുരത്തുള്ള ഫോട്ടോ ആണ്. ന്യൂ തിയേറ്ററിൽ വന്ന് 50-ാം ദിവസത്തെ 56-ാം ദിവസം 70-ാം ദിവസം 84-ാം ദിവസം 100-ാം ദിവസം. ഇത് കണ്ടില്ലേ? ഇത് നമ്മുടെ പത്രത്തിലൊക്കെ വന്ന പോസ്റ്ററാണ്. 100 ദിവസം വരെ ഓടിയ പോസ്റ്ററിൻ്റെ എല്ലാ ഇതുമുണ്ട്. സിനിമ വന്നിട്ട് ഫസ്റ്റ് പ്രിൻ്റ് ആയപ്പോഴത്തേക്ക് 2.25 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് വന്നത്. 21 ദിവസമായപ്പം 2.25 ഷെയർ വന്ന് സിനിമ ബോക്സ് ഓഫീസ് വിജയത്തിൽ എത്തിക്കഴിഞ്ഞു. സിനിമ 2.25 കോടി 21 ദിവസം കൊണ്ട് ഷെയറും വന്നു. പിന്നെ ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ വേൽമുരുക ഹരോ പാട്ട് ഇപ്പോഴും 21 വർഷമായിട്ട് ഏത് ഉത്സവമായാലും ഏത് കോളേജ് പരിപാടിയായാലും വേൽമുരുക പാട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാളത്തിൽ ഒരു അടിച്ചുപൊളി പാട്ട്. എല്ലാ രീതിയിലും പാട്ടുപരമായിട്ടായാലും ക്യാമറപരമായാലും എല്ലാ രീതിയിലും ഭയങ്കര സക്സസ്ഫുള്ളായ ഒരു സിനിമയായിരുന്നു നരൻ സിനിമ. 2005 സെക്കൻഡ് ഗ്രോസർ ഫിലിമായിരുന്നു. ഫസ്റ്റ് ഗ്രോസർ രാജമാണിക്യം, രണ്ടാമത് നരൻ, മൂന്നാമത് ഉദയനാണ് അങ്ങനെയാണ് വന്നത്. സാറ്റലൈറ്റ് വന്നിട്ട് സാറ്റലൈറ്റിൻ്റെ ഇതിൽ 43 ലക്ഷം മറ്റിനാണ് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയത്. ആ സിനിമ 43 ലക്ഷം രൂപയായിരുന്നു സാറ്റലൈറ്റ് അവകാശം കിട്ടിയത്. റേഡിയോ മനോരമ മ്യൂസിക് വാങ്ങിച്ചത് 10 ലക്ഷം രൂപയ്ക്ക്. പിന്നെ കളക്ഷൻ ബേസ് 16 കോടിയോളം ഓൾ ടൈം ഗ്രോസ് ആ പടത്തിന് വന്നു. നരൻ സിനിമയ്ക്ക് 16 കോടിയോളം വന്ന് ഗംഭീര കളക്ഷനാണ്. ആ സിനിമയെല്ലാം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫാൻസുകാർ വൈകാരികമായി കണ്ട ഒരു സിനിമയാണ് നരൻ സിനിമ എന്ന് പറയുന്നത്. കാര്യം കുറേ കാലം നല്ല സിനിമകൾ വരുന്നില്ല എന്നൊക്കെയുള്ള ലാലേട്ടൻ്റെ മീശപ്പിരി കടങ്ങളിലിടയിൽ നരൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത റിലീസാവുന്നത് തന്മാത്രയാണ്. തന്മാത്ര സൂപ്പർ ഹിറ്റാവുക മാത്രമല്ല, ലാലേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ റൗണ്ട് ഫൈനൽ റൗണ്ട് എത്തി. അത് മറ്റേ സുപ്രീം കോടതി വിധിയിൽ വന്നതിലാണ്
ലാലേട്ടൻ്റെ നാഷണൽ അവാർഡ് അന്ന് മിസ്സായത്. അതൊക്കെ നമുക്ക് വേറൊരു ദിവസം പറയാം. തന്മാത്രയെക്കുറിച്ച് പറയുമ്പോൾ പറയാം. അങ്ങനെയാണ് തന്മാത്ര. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ കിലുക്കം കിലുകിലുക്കം. കിലുക്കം കിലുകിലുക്കവും ആവറേജ് വിജയമായിരുന്നു. ലാലേട്ടൻ ഗസ്റ്റ് റോളിലെത്തിയത്. അതിനുശേഷം രസേന്ദ്ര ഇറങ്ങി സൂപ്പർ ഹിറ്റായി. അത് കഴിഞ്ഞ് വടക്കുന്നാഥം കാലം തെറ്റി റിലീസായിട്ട് പോലും വടക്കുന്നാഥന് സൂപ്പർ ഹിറ്റായി. അത് കഴിഞ്ഞ് കീർത്തി ചക്ര ബ്രഹ്മാണ്ഡ വിജയമായിരുന്നു. സർപ്രൈസ് വിജയം അടിച്ച സിനിമയാണ്. അങ്ങനെ 5 സൂപ്പർ ഹിറ്റുകൾ ഒരുമിച്ചെടുത്ത പടമാണ് ഈ നരൻ. സിനിമയ്ക്ക് ശേഷം 5 സിനിമകളാണ് മെഗാ ഹിറ്റ്. 5 മെഗാ ഹിറ്റുകളാണ് ലാലേട്ടൻ്റെതായി ഉണ്ടായത്. അതിനുശേഷം ബാബ കല്യാണി, ചോട്ടാ മുംബൈ, ഹലോ. ഇടയ്ക്കൊരു പരാജയം ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ പരാജയപ്പെട്ടതിന് ശേഷം ബാബ കല്യാണി, ചോട്ടാ മുംബൈ, ഹലോ. അങ്ങനെ തുടർച്ചയായിട്ട് 3 വിജയങ്ങളുമായിട്ട് അതിന് തുടക്കം കുറിച്ച സിനിമയാണ് നരൻ എന്ന് പറയുന്നത്. ഇത് 2005 നരൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ 2, സെപ്റ്റംബർ 3 നരൻ റിലീസ് ചെയ്തത്. ആ സമയത്തുള്ള വെള്ളി നക്ഷത്രമാണ്. 2005 ഒക്ടോബർ 2. കണ്ടില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? നരൻ എൻ്റെ 21 ദിവസം കൊണ്ട് 2,15,00,000 ഷെയർ നേടിയ സിനിമ. നരൻ സിനിമ വെള്ളി നക്ഷത്രത്തിൽ വന്ന വാർത്തയാണ്. ഇതിലാണ് ഹൊഗനക്ക് മുതലായ കാര്യം ഇതെല്ലാം എഴുതിയിട്ടുള്ളത്. ഇതിലാണ് ഹൊഗനക്കിലെ ലാലേട്ട അത്രയ്ക്ക് റിസ്ക് എടുത്താണ് ആ പടം ഷൂട്ട് ചെയ്തത്. ജോഷി സാർ അങ്ങനെയൊന്നും ഇൻ്റർവ്യൂ കൊടുക്കാറില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് ജോഷി സാർ 2 വാക്കെങ്കിലും ലാലിന് വേണ്ടി പറയണമെന്ന് പറഞ്ഞതാണ്. കുത്തിയൊഴുകുന്ന പുഴയിലേക്ക് ഒഴുക്കിനെതിരെ നീന്താൻ മോഹൻലാൽ ചാടുമ്പോൾ പ്രേക്ഷകർ തിയേറ്ററിൽ ഇളകി മറിയുകയാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? തിരുവനന്തപുരത്ത് ഈ ആഴ്ച ആരാധകരുടെ കൂടെ ഇരുന്ന് നരൻ കാണുവാനാണ് മോഹൻലാൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ആരാധകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക. ലാലേട്ടൻ വന്നായിരുന്നു. പടം ഇറങ്ങി 35 ദിവസം സൂപ്പർ ഹിറ്റ് ആയപ്പോഴത്തേക്ക് ലാലേട്ടൻ വന്നു. പിന്നെ ഈ സിനിമയിലാണ് ലാലേട്ടൻ ആദ്യമായിട്ട് വേലിൻ്റെ പച്ച കുത്തിയത്. വേലിൻ്റെ പച്ച കുത്തി. ഇത് നരൻ സിനിമ ഇറങ്ങി ആദ്യത്തെ ഹിറ്റ് ചാർട്ടാണ്. ഫസ്റ്റ് കണ്ടായിരുന്നു. പിന്നെ നരൻ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 8 നേരറിയ CBI ഇറങ്ങി 4ാം പാർട്ട്. പരാജയപ്പെട്ടു. പക്ഷേ ചാന്ത് പൊട്ട് സൂപ്പർ ഹിറ്റായിരുന്നു. ഇത് മോഹൻലാൽ സ്പെഷ്യൽ. നരൻ സിനിമയെക്കുറിച്ച് വന്ന റിപ്പോർട്ടാണ്. മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു കാലമായിരുന്നു. പണ്ടത്തെ ഇപ്പം ഒരു സിനിമ മാസികകൾ പോലും കാണാനില്ല. ഇപ്പം എല്ലാം ഓൺലൈൻ ഇതായിപ്പോയി. കണ്ടില്ലേ? ഞാനിട്ട് ഷൂട്ട് ചെയ്ത സീനാണ്. ആ പുഴയിൽ നിൽക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ തപ്പിയാൽ പോലും കിട്ടാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ആ വർഷം ഹിറ്റുകളുടെ വർഷമാണ്. ഇഷ്ടംപോലെ ഹിറ്റ്. കുറേ മലയാള സിനിമയിൽ പിന്നെ ഉദയനാണ് താരം, നരൻ, രാജമാണിക്യം, ഭരചന്ദ്ര IPS, ചാന്ത് പൊട്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഹിറ്റുകളും പറഞ്ഞിട്ടുണ്ട് 2005. നരൻ സിനിമയുടെ കൂടെ ആ ഓണച്ചിത്രങ്ങളായിട്ട് ഇറങ്ങിയത് ചാന്ത് പൊട്ടും നേരറിയ CBI. അതിൽ ചാന്ത് പൊട്ട് സൂപ്പർ ഹിറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരറിയ CBI ഭയങ്കര പ്രതീക്ഷയോടുകൂടി വന്ന പടമാണ്. നേരറിയ CBI പരാജയപ്പെട്ടു. ഇതിൽ നേരറിയ CBIയുടെ പ്രത്യേകത, നേരറിയ CBI റിലീസ് ചെയ്തതിൻ്റെ അന്ന് ജോഷി സാർ എറണാകുളത്ത് സിനിമ കാണാൻ പോയി. എറണാകുളത്തോ കോഴിക്കോടാണ് സിനിമ കാണാൻ പോയപ്പം നേരറിയ CBI ഇറങ്ങിയ തിയേറ്ററിൽ ജോഷി സാറിൻ്റെ സ്വീകരണവും ഉയർത്തലുമായിരുന്നു. കാര്യം നരൻ്റെ വിജയം. കാര്യം ഞാൻ പറയില്ല, മലയാളി പ്രേക്ഷകർ ഇതുപോലെ കാത്തിരുന്നൊരു വിജയം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് വൈകാരികതയോടുകൂടിയാണ് നരൻ സിനിമയുടെ വിജയം ഉണ്ടായത്. കണ്ടില്ലേ? എറണാകുളം കവിതാ തിയേറ്ററിൽ നേരറിയ CBI എന്ന ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം കാണാനെത്തിയ സംവിധായകൻ ജോഷിയെ തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞ ജനം പൊതിഞ്ഞു. ആഹ്ലാദവും ആരവുമായി ഒരു സൂപ്പർ താരത്തെ എന്ന പോലെ. എന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്വീകരണം? ജോഷിയോട് ചോദിച്ചു. ജോഷി അറിയില്ല, ഇതാദ്യമായാണ് എൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന തിയേറ്ററിലാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് ഇവിടെ മമ്മൂട്ടിയുടെ ചിത്രമാണ്. ഈ നിൽക്കുന്നത് കൂടുതലോ അദ്ദേഹത്തിൻ്റെ ഫാൻസുകാരാ. എന്നിട്ടും ജോഷി സാറ് ലാലേട്ടനെ കുറിച്ച് പറയുന്നതാണ്. മലയാളത്തിൽ മറ്റൊരു ആർട്ടിസ്റ്റിനും ഇതുപോലൊരു വേഷം ചെയ്യാനാകില്ല. അതിസാഹസികമായ രംഗത്ത് പോലും
എന്ന് വെച്ചാൽ ഡൂപ്പ് പോലും ചെയ്യാൻ പഠിക്കുന്ന രംഗങ്ങൾ ആവേശത്തോടെയാണ് ലാൽ അഭിനയിച്ചത്. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന തടി പിടിക്കുന്ന രംഗം, ഒരു ഗാനരംഗം, ഫൈറ്റ്, ക്ലൈമാക്സ്, ഇതെല്ലാം കൂടി 10 ദിവസം കൊണ്ട് തീർക്കാനായിരുന്ന പ്ലാൻ. സത്യം പറഞ്ഞാൽ മോഹൻലാലിനല്ലാതെ മറ്റൊരു ആർട്ടിസ്റ്റിനും ഇത്രയും രംഗങ്ങൾ 20 ദിവസം കൊണ്ടല്ലാതെ തീർക്കാനാകില്ലായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കില്ല. യൂണിറ്റ് ബോയ്സിനെ പോലെയാണ് ലാൽ ജോലി ചെയ്തത്. മരം പിടിക്കാനും കെട്ടാനും ഒരു ജോലിക്കാരനെ പോലെ ലാൽ ഒപ്പം നിന്നു. തീർത്തും വെള്ളത്തിൽ നിന്ന് കയറാതെ. കരയിൽ നിന്ന് ഞങ്ങൾക്ക് പോലും വിശ്രമിക്കണമെന്ന് തോന്നി. പക്ഷേ ലാൽ സംവിധായകൻ്റെ വെളിച്ചമാണ് മോഹൻലാൽ. ഈ ജോഷി സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്താണ്. സോഷ്യൽ മീഡിയ കാലത്തുള്ള ഒരു കാര്യം പറയാം. പുലിമുരുകൻ സിനിമയിലെ ഇത് നമുക്കെല്ലാം ഭയങ്കര വൈറലായ സാധനമാണ്. ലാലേട്ട ലൊക്കേഷനിൽ ആ മലയിൽ പോയ സമയത്ത് ഫുൾ യൂണിറ്റുകാർ കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും, പെട്ടിയും ക്യാമറയും എല്ലാം തൂക്കിക്കൊണ്ട് പോയതും ഇവിടെ നിന്ന് എല്ലാം എറിഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നത് മലയാളത്തിൻ്റെ മഹാനടനാണ്. പുള്ളിക്ക് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യുക, ചെല്ലുക, ഷൂട്ട് ചെയ്യുക, പുള്ളിക്ക് പോകുക. പുള്ളി അങ്ങനെയൊന്നും ചെയ്യാതെ ആ പുലിമുരുകൻ്റെത് യൂട്യൂബിലുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നരൻ സിനിമ ആദ്യമായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ച കാര്യം, നരൻ സിനിമ എന്ന് പറയുന്നത് എന്നിലെ ലാലേട്ടൻ ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും നരനെക്കാട്ടിയും ഇഷ്ടം പോലെ നല്ല സിനിമകളുണ്ട്. പക്ഷേ നരൻ സിനിമ എന്ന് പറഞ്ഞാൽ നരൻ സിനിമയുടെ വിജയം ഞങ്ങളെല്ലാം ആഗ്രഹിച്ചെന്ന്, അത്രയ്ക്ക് കാത്തിരുന്ന് ലാലേട്ട തിരിച്ചു വരണം. അതായത് ആ മീശ പിരിച്ചുള്ളൂ, പക്ഷേ മീശ പിരിക്ക് ആ ഒരു കാമ്പുള്ള കഥാപാത്രങ്ങളോട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മുള്ളംകൊല്ലി മഹാരാജാവിനെ നമുക്ക് കിട്ടിയതും. ആ സിനിമ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് മുള്ളംകൊല്ലി മഹാരാജാവ്. മുള്ളംകൊല്ലി വേലായുധൻ എൻ്റെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ്. ഈ നരൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ ഇതിലും നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇനിയും ലാലേട്ടൻ്റെ അപ്ഡേറ്റ്സുമായിട്ട്, ലാലേട്ടൻ്റെ പഴയ കാര്യങ്ങളുമായിട്ട്, പഴയ സിനിമകളും പുതിയ സിനിമകളുടെ ഒരു അവലോകനവുമായിട്ട് ഞാൻ തിരിച്ചെത്താം. ഗുഡ് ബൈ.